ഔഷധ ഗുണങ്ങളെക്കുറിച്ചും എങ്ങനെയെല്ലാം തുളസി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതുപോലെ തുളസി ഉപയോഗിച്ചുള്ള ഒരു കഷായമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഒരുപാട് ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന കഷായമല്ല, നേരെ മറിച്ച് എല്ലാവരുടെയും വീട്ടിൽ വളരെ എളുപ്പത്തിന് കിട്ടുന്ന ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കഷായമാണ്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ തുടങ്ങുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ല ഒരു കഷായമാണ്. ചെറിയ ചെറിയ ചുമ, അതുപോലെ ജലദോഷം, പനി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ ഒരു കഷായം സഹായിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു തുളസി കഷായം നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിന് തയ്യാറാക്കുക എന്ന് നോക്കാം. കഷായം തയ്യാറാക്കാനായിട്ട് തുളസി, ശർക്കര, കുരുമുളക് പൊടി എന്നിവ മാത്രം മതിയാകും. ഇവിടെ ഒരു പാത്രത്തില് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതില് ഈ 1/2 ഗ്ലാസ് വെള്ളം വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തുളസിയില ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് വെള്ളം ഒന്ന് ചൂടായതിനു ശേഷമാണ് തുളസിയില ഇട്ട് കൊടുക്കുന്നത്. തുളസിയില നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മഴക്കാലമൊക്കെയാണ്, ഈ സമയത്ത് ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് തുളസി സഹായിക്കും. അതുപോലെ സ്ട്രെസ് കുറയ്ക്കാനും തുളസിയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. മഴക്കാലത്തൊക്കെ തുളസിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലേക്ക് 4-5 തണ്ട് തുളസിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ തുളസി ഇട്ട് കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വെള്ളം കുറച്ചുകൂടി ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 സ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ തൊണ്ടയിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാനൊക്കെ കുരുമുളക് പൊടി നല്ലതാണ്. ഇനി കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര കഫം അലിയിക്കാനൊക്കെ നല്ലതാണ്. നമ്മുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്താനും പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ഈ ഒരു ശർക്കര സഹായിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള അളവിൽ ശർക്കര ചേർക്കണമെന്ന് മാത്രം. ഈ ശർക്കര വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ച് വരുന്നത് വരെ തിളപ്പിക്കണം. മാത്രമല്ല 1/2 ഗ്ലാസ് വെള്ളം വറ്റിക്കുകയും വേണം. ഇവിടെ ആവശ്യത്തിന് പാകമായിട്ട് വന്നിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തുളസി കഷായം വളരെ എളുപ്പത്തിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കഷായമാണിത്. വീട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു ചുമയോ ജലദോഷമോ തൊണ്ടവേദനയൊക്കെ വന്നാൽ ഇത് തയ്യാറാക്കി കൊടുത്താൽ മതി. വരാതിരിക്കാൻ വേണ്ടിയിട്ടും ദിവസത്തിൽ 1 അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണയൊക്കെ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങളും ഇതൊന്ന് കുടിച്ചു നോക്കുക. യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനൊക്കെ ഇത് നല്ലതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കഷായമാണ് ഈ തുളസി കഷായം. പക്ഷെ ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് ഫലപ്രദമായിട്ടുള്ള ഒരു കഷായമാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇത് കുടിക്കാൻ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഇത് കഴിക്കേണ്ട രീതിയൊക്കെ മനസ്സിലായില്ലേ? നിങ്ങളും തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കുക. നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.